നമസ്കാരം. അപ്പോൾ ചേന്നാമംഗലത്ത് ശ്രീലജ് സ്റ്റോഴ്സിലെ നാടൻ പത്തിരി എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്കാ ടേസ്റ്റ്. ഞാൻ ഒരു തവണ കഴിച്ചുള്ളൂ, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി. കാരണം ആ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പാചകമൊന്നും ഞാൻ വീഡിയോ പകർത്തിയിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം പത്തിരി ഉണ്ടാക്കണം. ആ പത്തിരി ഉണ്ടാക്കണം കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ തോന്നും. അമ്മാതിരി രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പാചകം. കാണണം നിങ്ങൾ. അപ്പോൾ പത്തിരിയുടെ പൊടി സെറ്റാക്കിയിട്ട് ഗ്ലാസ് വെച്ചൊരു അമർത്തുണ്ട്. ആ ഒരു അമർത്തും കഴിഞ്ഞിട്ട് ആ പത്തിരിയുടെ കൃത്യമായുള്ള ഷേപ്പിൽ അങ്ങനെ കൊട്ടിയിടും. ഇതൊന്ന് പറയാനൊന്ന് കണ്ടു നോക്കട്ടെ. ഞാൻ സത്യത്തിൽ പത്തിരി ഉണ്ടാക്കണ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ പൊന്നോ, അച്ഛൻ്റെ ഒരു പാചകം അമ്മാതിരി പാചകമാണ്, വേറെ ലെവല്. അപ്പോൾ ബാക്കി വന്ന പൊടി വീണ്ടും വീണ്ടും കുഴച്ച് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ഗ്ലാസ് വെച്ചൊരു അമർത്തുണ്ട്. ആ ഒരു അമർത്ത് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടുള്ള ഷാർപ്പ് ഷേപ്പ് എന്ന് പറയാനുള്ള പക്ക ഷേപ്പ്. ആ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് അങ്ങനെ വെച്ചതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഒരു ഇടലുണ്ട്. അത് നിങ്ങൾ കാണണ്ട തന്നെ കേട്ടോ. വേറൊന്നും ചൂടായ എണ്ണയിൽ ഇടണ കാണുമ്പോഴല്ല, കപ്പലുണ്ടല്ല, കപ്പൽ വയൽ കപ്പലോടൊന്ന്. അപ്പോൾ വീണ്ടും വീണ്ടും പൊടി സെറ്റാക്കിയിട്ട് അട്ടാറ് ഷേപ്പിൽ വീണ്ടും വീണ്ടും കട്ട് ചെയ്യണ്ട. എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഒന്നൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കാം, പക്ഷെ ഞാൻ ചെറുതാക്കണില്ല. എന്താ ഭംഗി. ശരിക്കും ഗ്ലാസ് നമ്മൾ ചായ കുടിക്കാൻ ഉപയോഗിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ പത്തിരിക്ക് ബെസ്റ്റ് ഒരു ആയുധം തന്നെയാണ് ഈ ഒരു ഗ്ലാസ്. ഗ്ലാസ് വെച്ച് അമർത്തണ ഷാർപ്പ് കട്ടിങ് ആണെന്ന്. അപ്പോൾ കട്ടിങ്ങും വെട്ടിങ്ങൊക്കെ ഞാൻ കുറേ നേരം കാത്തിരുന്നു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചൂട്ടായിട്ടുള്ള എണ്ണയിലേക്ക് ഇടണം. അതൊന്ന് കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ എണ്ണം പിടിച്ച് ഷേപ്പിൽ ഷാർപ്പ് കട്ട് ചെയ്ത പത്തിരി ഞാൻ എടുത്ത് വെച്ചു. തീ കൊടുത്ത സ്റ്റൗ വെച്ചിരിക്കുന്ന ചട്ടിയിൽ നിറയെ എണ്ണ ഞങ്ങൾ ഒഴിച്ചു. ഇനിയാണ് ചടങ്ങ്. അപ്പോൾ എണ്ണ ഒഴിക്കും തോറും ചട്ടി ചൂടായിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ എണ്ണയ്ക്കും ചട്ടിക്കും കേടില്ലാത്ത രീതിയിൽ ഗുളഗുളാന്ന് പറഞ്ഞ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ രുചി ഗോൾഡാണ് ഒഴിക്കണത്. അപ്പോൾ രുചി ഗോൾഡിനൊരു പരസ്യമായി ചൂടായ എണ്ണയിലുണ്ടല്ലോ കട്ട് ചെയ്ത് വെച്ച പത്തിരി അങ്ങനെ എടുത്തിട്ട് കേട്ടാ തിളച്ച് മറിയണ എണ്ണയിൽ പത്തിരി വീണപ്പോൾ ശബ്ദം കേട്ടാ. എൻ്റെ പൊന്നോ, എന്താ ഭംഗിയല്ലേ. ഇട്ട പത്തിരി കിടന്ന് പെട്ടച്ചുകൊണ്ടിരിക്കുന്നു. ചൂടായി കഴിയുമ്പോൾ ചൂടുന്ന കഴിക്കണ കട്ട വെയിറ്റിംഗ് ആണ്. നാക്ക് പൊള്ളുന്നാവും. അപ്പോൾ ഈ പത്തിരി സെറ്റായിട്ട് ഒരു നല്ല ഗോൾഡൻ കളർ 916 ഗോൾഡൻ കളറാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് നോക്കാട്ടാ. അപ്പോൾ ഈ കടയിൽ എല്ലാ കടകളും ചെയ്ത് വെക്കണ പോലെ ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കില്ല. ആവശ്യാനുസരണം മാത്രം ഒരു കൃത്യമായ കണക്കുണ്ട്. ആ ഒരു കണക്കും പ്രകാരം മാത്രമേ ചൂടോടുകൂടി മാത്രമേ കൊടുക്കുള്ളൂ. തണുത്ത പത്തിരി ഒന്നും ഇവിടെ കിട്ടില്ല, ചൂടനായിരിക്കും ചൂടൻ. അതുകൊണ്ട് തന്നെ കസ്റ്റമർ എണ്ണം കൂടുതലാണ്. ഇവിടെ ഏത് കടി ആയിക്കോട്ടെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തീരും, കാരണം ചൂടനാണ് ചൂടൻ. അപ്പോൾ ഈ പത്തിരിക്കൊപ്പം തന്നെ ചൂടായിട്ടുള്ള പൊറോട്ട, ചൂടൻ പൊറോട്ട കിട്ടും അവിടെ നിന്ന്. ആവി പറക്കണ പൊറോട്ടയാണ് ഞാൻ കണ്ടാണ്. കസ്റ്റമർ പറയുമ്പോൾ അപ്പം തന്നെ ചെയ്ത് കൊടുക്കണം. പിന്നെ ശ്രീലജ് സ്റ്റോഴ്സിൽ വന്നിട്ട് തണുത്ത ഭക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് ദേഷ്യം വരും. ചൂടൻ സാധനം മാത്രമേ കൊട്ടുക്കുള്ളൂ, ചൂടായിട്ട് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ഥലം മറക്കണണ്ട, കോട്ടയക്കോലത്തേക്ക് പോകണ വഴിക്ക് ചേന്നാമംഗലത്ത് ശ്രീലജ് സ്റ്റോഴ്സ്. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാണുമ്പോൾ ചെറിയ കടയാണെങ്കിലും വലിയ ഐറ്റംസ് ആണ് ഇവിടെ കിട്ടണത്. പത്തിരി, പൊറോട്ട, ബിരിയാണി, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ പലചരക്ക് ഐറ്റംസ് വരെ ഇവിടെ കിട്ടും. ഇപ്പോൾ ഒരു അപേക്ഷ കേട്ടാ, തണുത്ത കടിക്ക് വേണ്ടി ഇങ്ങോട്ട് ആരും വരണ്ട. ചൂടായിട്ടുള്ള ചൂടൻ കടികൾക്ക് വേണ്ടി മാത്രം വന്നാൽ മതി കേട്ടാ. സത്യം പറഞ്ഞ പത്തിരി എണ്ണ തിളക്കണം വേണ്ടല്ല, സ്വന്തം നാട്ടുപേരും പറഞ്ഞു. പത്തിരി സെറ്റാണ്ടാ, കളർ ഗോൾഡൻ കളർ. ഓ മോനെ, കൂരല്ലേണ്ട. അടാറ് ഐറ്റം, അടാറ് പത്തിരി, ചൂടായിട്ടുള്ള പത്തിരി, ചൂടൻ പത്തിരി. അപ്പോൾ പൊക്കി പ്ലേറ്റിലേക്ക് ഇട്ടു. അപ്പോൾ കട മറക്കണ്ട, ചേന്നാമംഗലം കോട്ടയംകോലം പോണ വഴിക്ക് ചേന്നാമംഗലത്ത് ശ്രീലജ് സ്റ്റോഴ്സ്. സാധാരണ കടയായിട്ട് തോന്നുള്ളൂ, പക്ഷെ അവിടെ ചായ തുടങ്ങിയ എല്ലാ ചൂടൻ കടികളും, അതായത് പൊറോട്ട, പത്തിരി, പിന്നെ പ്ലസ് ബിരിയാണി. അപ്പോൾ കട മറക്കണ്ട, ശ്രീലജ് സ്റ്റോഴ്സ്, ചേന്നാമംഗലത്ത് ശ്രീലജ് സ്റ്റോഴ്സ്.